ദ ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേലിന് നേരെ ഇറാൻ ആക്രമണം നടത്തും എന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമൈനിയുടെ ശപഥം അത് അതേപടി പ്രാവർത്തികമാക്കും, ഞങ്ങൾ പിന്നോട്ടില്ല, ഗസയുമായി ഏതെങ്കിലും തരത്തിലൊരു ഒത്തുതീർപ്പ് വെടിനിർത്തൽ ഉണ്ടായാലും ഇസ്രായേലിനോടുള്ള പ്രതികാരം ഞങ്ങൾ അവസാനിപ്പിക്കില്ല എന്ന് പറഞ്ഞത് ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ് കോപ്സിൻ്റെ ഡെപ്യൂട്ടി കമാൻഡൻ്റാണ്. അതോടുകൂടി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉറപ്പിച്ചു ഉടൻ തന്നെ ഒരു യുദ്ധം ഉണ്ടാകുമെന്ന്. ആ യുദ്ധത്തിൻ്റെ സൂചനകൾ നൽകിക്കൊണ്ട് എയ്ലാത്ത് തുറമുഖത്തിലേക്ക് ഹൂത്തികളുടെയും ഹിസ്ബുള്ളയുടെയും ഒക്കെ സംയുക്ത ഡ്രോൺ ആക്രമണം ഉണ്ടായി. അതുപോലെ തന്നെ ഏതാണ്ട് 2600-ലധികം പുതിയ നവീനമായ ആയുധങ്ങൾ ഇറാൻ തങ്ങളുടെ ആയുധപ്പുരകളിൽ എത്തിച്ചു എന്ന ദൃശ്യങ്ങളും വാർത്തകളും പുറത്തു വന്നു. ഇപ്പോൾ മറ്റൊരു അന്താരാഷ്ട്ര റിപ്പോർട്ട്, ജെറുസലേം പോസ്റ്റ് അടക്കമുള്ള സ്കൈ ന്യൂസ് അടക്കമുള്ള നിരവധി മാധ്യമങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന ഒരു റിപ്പോർട്ട്, കൃത്യമായി ഇന്ന ദിവസം ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിനുള്ളിലേക്ക് തീവ്രമായൊരു ആക്രമണം ഉണ്ടാകുമെന്നാണ്. ആ തീയതി എന്ന് പറയുന്നത് ഓഗസ്റ്റ് 12ഉം 13ഉമാണ്, അതായത് നാളെയും മറ്റന്നാളും. ആ ദിവസങ്ങൾ എന്ന് പറയുന്നത് ജൂതന്മാരെ സംബന്ധിച്ച്, ഇസ്രായേലിനെ സംബന്ധിച്ച് വളരെ വിശിഷ്ടമായ പരമപ്രധാനമായ ഒരു ദിനമാണ്. ജൂയിഷ് ഡേ ഓഫ് ഡിസാസ്റ്റർ എന്നാണ് 2024 ഓഗസ്റ്റ് 12, 13 തീയതികളെ വിശേഷിപ്പിക്കുന്നത്. അത് ഇസ്രായേലിൽ പ്രാർത്ഥനകളും ഉപവാസവും ഒക്കെ നടക്കുന്ന ഒരു വിശുദ്ധമായ വിശേഷപ്പെട്ട ചടങ്ങ് നടക്കുന്ന ദിവസമാണ്. അതായത് നാളെയും മറ്റന്നാളും മണിക്കൂറുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഈ സമയത്ത് ഇസ്രായേലിനുള്ളിലേക്ക് ഒരു ആക്രമണം നടത്തിയാൽ അത് അവരെ വൈകാരികമായി വലിയ തോതിൽ ബാധിക്കും. അതായത് നാശനഷ്ടങ്ങൾക്കപ്പുറത്തേക്ക് ജൂത സമൂഹത്തെ അല്ലെങ്കിൽ ഇസ്രായേൽ സമൂഹത്തെ, ഇസ്രായേൽ ഭരണകൂടത്തെ അത് വല്ലാതെ പിടിച്ചുലയ്ക്കുമെന്നും ഒരു വൈകാരിക വിഷയമായി തന്നെ അവരെ അത് ബാധിക്കുമെന്നും അതുകൊണ്ട് ആ ദിവസം ഇറാൻ ആക്രമണത്തിന് വേണ്ടി തെരഞ്ഞെടുക്കുമെന്നുമാണ് പാശ്ചാത്യ ഇൻ്റലിജൻസ് വൃത്തങ്ങൾ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകുന്നതായി പറഞ്ഞുകൊണ്ട് ജെറുസലേം പോസ്റ്റിൽ വന്നിരിക്കുന്ന വാർത്തയുടെ സ്ക്രീൻഷോട്ട് ഞാൻ കാണിക്കാം. ഇതേ വാർത്ത സ്കൈ ന്യൂസ് എന്ന അറേബ്യൻ നെറ്റ്വർക്കിൽ വന്നിട്ടുണ്ട്. അതും ഇൻ്റലിജൻസ് ഏജൻസികളെ ഉദ്ധരിച്ചുകൊണ്ടാണ്. അതുപോലെ ഹിന്ദുസ്ഥാൻ ടൈംസ് അടക്കമുള്ള ഇന്ത്യയിലെ മാധ്യമങ്ങളിലും ഈ വാർത്ത ക്യാരി ചെയ്തിട്ടുണ്ട്. അതായത് ഇതിപ്പോൾ ലോകത്ത് മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. കാരണം ഇറാൻ എന്തുകൊണ്ടാണ് ഇത്രയും നാളുമായിട്ടും ഇറാൻ ഇസ്രായേലിലേക്ക് ഒരു യുദ്ധം നടത്താത്തത് എന്ന ചോദ്യത്തിന് ഉത്തരം രണ്ടെണ്ണമുണ്ട്. ഒന്ന്, ആയുധങ്ങൾ സമാഹരിക്കുന്നു, റഷ്യയിൽ നിന്ന് കൂടുതൽ ആയുധങ്ങൾ എത്തിക്കുന്നു, ഇറാൻ തദ്ദേശീയമായി പുതിയ ആയുധങ്ങൾ ഉണ്ടാക്കുന്നു. 2654 പുതിയ ആയുധങ്ങൾ വന്നതിൽ 210 തരം ആയുധങ്ങളെക്കുറിച്ച് മാത്രമേ പുറത്ത് പറയാൻ കഴിയൂ, ബാക്കിയെല്ലാം രഹസ്യ സ്വഭാവത്തിലുള്ളതാണ് എന്നാണ് ഇന്നലെ പുറത്തു വന്ന റിപ്പോർട്ട്. ഇറാനിയൻ മാധ്യമങ്ങളും ഇസ്രായേൽ മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ എന്തോ രഹസ്യാത്മകമായി ഒരു വലിയ കൂട്ടൽ, അതായത് സമാഹരിച്ചു വെക്കൽ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സംയുക്ത സേനയെ റെഡിയാക്കുന്നു, കൂടുതൽ ഡ്രോണുകൾ, റോക്കറ്റുകൾ, മിസൈലുകൾ, അതുപോലെ പ്രതിരോധത്തിന് വേണ്ടിയുള്ള റഡാറുകൾ, അങ്ങനെയുള്ള പല കാര്യങ്ങളും റഷ്യയിൽ നിന്ന് എത്തിക്കുന്നു. അങ്ങനെയുള്ള ഒരു വലിയ മുന്നൊരുക്കം ഇറാൻ നടത്തുന്നതിനിടയിലാണ് ഇപ്പോൾ ഇത്തരമൊരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഈ ഒരു ദിവസത്തിന് വേണ്ടി ഇറാൻ കാത്തിരിക്കുകയായിരുന്നു, ഇസ്രായേലിൻ്റെ വേദന കടുപ്പിക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്ന് വേണം കരുതാൻ. ഈ റിപ്പോർട്ടുകൾ ശരിയാണെങ്കിൽ, ഈ ഇൻ്റലിജൻസ് റിപ്പോർട്ട് ശരിയാണെങ്കിൽ, തിഷ ബവൽ എന്ന് പറയുന്ന ഈ ഒരു ദിവസം, അതായത് 1-2 ദിവസങ്ങൾ, ഈ 2 ദിവസങ്ങൾ അവിടെയുള്ളൊരു ക്ഷേത്രത്തിൻ്റെ അല്ലെ ആരാധനാലയത്തിൻ്റെ നാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഒരു ചടങ്ങാണ് എന്നാണ് വിക്കിപീഡിയ പറയുന്നത്. ഈ പരിപാടിയിൽ ഉപവാസം, അതുപോലെ തന്നെ ഇവരുടെ പ്രാർത്ഥനകൾ, അതുപോലെ നോമ്പ്, അങ്ങനെയുള്ള പല വിശിഷ്ടമായ ചടങ്ങുകളും നടക്കുന്ന ദിവസമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഇസ്രായേലിനെ സംബന്ധിച്ച്, ജൂത സമൂഹത്തെ സംബന്ധിച്ച് വളരെ വലിയ ഒരു ചടങ്ങാണിത്. യഹൂദ ആരാധകർ ജെറുസലേമിലെ പഴയ നഗരത്തിൻ്റെ ഭിത്തിയിൽ ഉപവാസത്തിൻ്റെയും വിലാപത്തിൻ്റെയും ദിവസമായ ടിഷ ബിയവിൽ പ്രാർത്ഥിക്കാറുണ്ട് എന്നും നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്താൽ കാണാൻ സാധിക്കും. അതായത് ഇസ്രായേലിനെ സംബന്ധിച്ച് വളരെ വിശിഷ്ടമായ, യഹൂദരെ സംബന്ധിച്ച് വളരെ വിശിഷ്ടമായ ഒരു ദിവസമാണ്, ഒരു ഓർമ്മ പുതുക്കൽ ദിവസമാണ്, അവരെ സംബന്ധിച്ച് പ്രാർത്ഥനാ നിർഭരമായ ഒരു ദിവസമാണ്. അപ്പോൾ ആ ദിവസം തന്നെ ഇത്തരത്തിൽ ഒരു ആക്രമണം നടത്തുന്നത് അത് ഇസ്രായേലിന് വലിയ ദോഷം ചെയ്യും, അല്ലെങ്കിൽ അവരെ മാനസികമായി വൈകാരികമായി തകർക്കും. അതുകൊണ്ട് തന്നെ ഈ ദിവസം ആക്രമണത്തിന് വേണ്ടി തിരഞ്ഞെടുത്താൽ അത് കുറെ കൂടി ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്നാണ് ഇറാൻ കരുതുന്നത് എന്നാണ് ഇൻ്റലിജൻസ് ഏജൻസികൾ
റിപ്പോർട്ട് ചെയ്യുന്നത് എന്ന് ജെറുസലേം പോസ്റ്റ് അടക്കം വന്ന വാർത്തയിൽ പറയുന്നുണ്ട്. അതായത് അങ്ങനെയെങ്കിൽ ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. കാരണം ഉടൻ തന്നെ ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകുമെന്ന സൂചന ഇന്നലെ തന്നെ പുറത്തു വന്നിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ IRGCയുടെ ഡെപ്യൂട്ടി കമാൻഡന്റ് തന്നെ പറഞ്ഞത് എന്തൊക്കെ സംഭവിച്ചാലും, ഇനി എന്ത് സംഭവിച്ചാലും ഞങ്ങൾ ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തുമെന്നാണ് ഇറാന്റെ സൈനിക വിഭാഗത്തിന്റെ ഡെപ്യൂട്ടി കമാൻഡന്റ് ഇന്നലെ പറഞ്ഞത്. അത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കി. കാരണം കുറച്ച് ദിവസമായി ഇറാനും ഇസ്രായേലും യുദ്ധമുണ്ടാകും, ഇനി യുദ്ധമുണ്ടാകില്ല, പിന്മാറും, അങ്ങനെയുള്ള പല അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇറാൻ തീർത്തു പറഞ്ഞത് ഒരു തരത്തിലും ഞങ്ങൾ ഇനി പിന്നോട്ടില്ല. അതായത് ഗസയിൽ ഇസ്രായേൽ സൈന്യം വെടി നിർത്തിയാലും ഹമാസിൻ്റെ തലവൻ ഇസ്മായിൽ ഹനിയെ കൊലപ്പെടുത്തിയതിനുള്ള പ്രതികാരം ചെയ്യാതെ ഞങ്ങൾ പിന്നോട്ട് പോകില്ല എന്ന് ഇറാൻ ഇന്നലെ പ്രഖ്യാപിച്ചു. അത് കേരളത്തിൽ എത്ര മാധ്യമങ്ങൾ വാർത്തയാക്കിയെന്നറിയില്ല. കേരളത്തിലെ പല മാധ്യമങ്ങളും ഇപ്പോൾ സംഘപരിവാർ, വർഗീയ വിദ്വേഷ പ്രചാരകരെ ഒക്കെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി എന്തൊക്കെയോ അടിച്ചുവിടുകയാണ്. സത്യം പറഞ്ഞാൽ ഇസ്രായേലിന് വലിയ തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം ടൈംസ് ഓഫ് ഇസ്രായേൽ അടക്കമുള്ള ഇസ്രായേലിലെ മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പുറത്ത്, അതായത് നമ്മുടെ നാട്ടിൽ യാഥാർത്ഥ്യത്തിന് നിരക്കാത്ത പല കാര്യങ്ങളും വാർത്താ രൂപത്തിലൊക്കെ അടിച്ചുവിടുന്നത്. സത്യം പറഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേൽ വലിയ ആശയക്കുഴപ്പത്തിലാണ്. ഇറാൻ എങ്ങനെ ആക്രമിക്കും, ഏത് ദിവസം ആക്രമിക്കും, എപ്പോൾ ആക്രമിക്കും, അതിനെ എങ്ങനെ പ്രതിരോധിക്കും തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും ഇസ്രായേലിന് ഒരു രൂപവുമില്ല. അവർ അമേരിക്കൻ ഇൻ്റലിജൻസും ഒക്കെയായി സംസാരിക്കുന്നു, കൂടുതൽ പ്രതിരോധത്തിന് വേണ്ടിയുള്ള ആയുധങ്ങളും സന്നാഹങ്ങളും ഇറക്കുന്നു എന്നതിനപ്പുറത്തേക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഇസ്രായേലിനും കാര്യം പറഞ്ഞാൽ വലിയ പിടുത്തമൊന്നുമില്ല. പക്ഷേ ഇറാനെ സംബന്ധിച്ച് വ്യക്തമായ പ്ലാനിങ്ങോട് കൂടി അവർ മുന്നോട്ട് പോകുന്നു എന്ന് വേണം കരുതാൻ. ഇപ്പോൾ ഈ ഇൻ്റലിജൻസ് റിപ്പോർട്ട് കൂടി വന്നപ്പോൾ അത് ഏറെക്കുറെ വ്യക്തമായിട്ടുണ്ട്. അല്ലെങ്കിലും ഇറാൻ ഒരിക്കൽ പോലും ഞങ്ങൾ പിന്മാറുകയാണ്, ഞങ്ങൾ വെറുതെ വിരട്ടാൻ പറഞ്ഞതാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇറാൻ ഇപ്പോഴും പറയുന്നത് ഞങ്ങൾ അടിക്കും, ആക്രമിക്കും, സമയം വരട്ടെ, ഞങ്ങൾ നോക്കുകയാണ്. ആ ദിവസം എന്ന് പറയുന്നത് 12-13 ദിവസങ്ങളാണ്. അതായത് ഇസ്രായേലിൽ ഏറ്റവും വിശിഷ്ടമായവർ ആരാധിക്കുന്ന ഒരു ദിവസം, അല്ലെങ്കിൽ അവർ പ്രാർത്ഥനയും ഉപവാസവും ഒക്കെയായി നിൽക്കുന്ന ഒരു ദിവസം ഈ ആക്രമണത്തിന് തിരഞ്ഞെടുത്താൽ ഗസയിലെ ആ വൈകാരികതയ്ക്ക്, അല്ലെങ്കിൽ ഇസ്മായിൽ ഹനിയ എന്ന ഹമാസിൻ്റെ തലവനെ കൊലപ്പെടുത്തിയ, ഇറാൻ്റെ അതിഥിയായി വന്ന ആ തലവനെ കൊലപ്പെടുത്തിയ നടപടി ഇറാൻ ഉണ്ടാക്കിയ വൈകാരികമായ വിഷമം അത് അതേപോലെ തീർക്കാൻ ഈ ദിവസം ഉപകരിക്കും എന്ന് ഇറാൻ കരുതുന്നതായാണ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് വന്നിരിക്കുന്നതെന്ന് സ്കൈ ന്യൂസും ജെറുസലേം പോസ്റ്റൊക്കെ റിപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ തള്ളിക്കളയാൻ പറ്റുന്നൊരു കാര്യമല്ല. ഇനി മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഇത് ശരിയാണെങ്കിൽ. അങ്ങനെ ഒരു ആക്രമണത്തിൽ ഇറാൻ മുതിരുകയാണെങ്കിൽ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് ഹിസ്ബുള്ളയാണ് ഈ ദിനത്തിലെ ആക്രമണങ്ങളെ ഏകോപിപ്പിക്കുക എന്നുള്ളത്. അതായത് ലെബനനിൽ നിന്നുള്ള ഒരു ആക്രമണമായിരിക്കും ഏറ്റവും ആദ്യം ഇസ്രായേലിലേക്ക് ഉണ്ടാവുക എന്നുകൂടി ഈ ഇൻ്റലിജൻസ് റിപ്പോർട്ടിൽ ഉണ്ട് എന്ന് പറഞ്ഞു വയ്ക്കപ്പെടുന്നു. അങ്ങനെയെങ്കിൽ ഇസ്രായേലിനുള്ളിൽ ആഘാതങ്ങൾക്കുള്ള സാധ്യതകൾ വളരെയേറെയാണ്. കാരണം ഇസ്രായേലും ഈ പറയുന്ന ലെബനനും തമ്മിലുള്ള ദൂരം വളരെ ചെറുതാണ്, വളരെ കുറവാണ്. ഇപ്പോൾ ഗസയിൽ നിന്നുള്ള ദൂരമൊന്നുമല്ല, വളരെ അടുത്താണ്. ഏതാണ്ട് 100 കിലോമീറ്ററിൽ താഴെയുള്ളൂ. ആകാശ ദൂരം എന്ന് പറഞ്ഞാൽ 20-25 കിലോമീറ്ററേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്രയും അടുത്ത് കിടക്കുന്ന ലെബനനിൽ നിന്ന് ഇസ്രായേലിലേക്ക് ഒരു വലിയ ആക്രമണം വരും ദിവസങ്ങളിൽ ഉണ്ടായാൽ അത് താങ്ങുക എന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് എളുപ്പമുള്ള കാര്യമായിരിക്കില്ല. കാരണം അറിയപ്പെടാത്ത, കേട്ടിട്ടില്ലാത്ത, വിവരമില്ലാത്ത, അതായത് നമുക്ക് എത്രത്തോളം ഉണ്ട് അതിൻ്റെ ഗ്രാവിറ്റി എന്ന് അറിയാത്ത വലിയ ആയുധശേഖരം ഇറാൻ തയ്യാറാക്കി കഴിഞ്ഞു എന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നു. ആണവ ആയുധങ്ങൾ വരെ ഇറാൻ്റെ പക്കൽ ഉണ്ടോ എന്ന സംശയം പോലും ഉയർന്നു വരുന്ന സമയത്താണ് ഇത്തരമൊരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് അന്താരാഷ്ട്ര തലത്തിൽ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കുന്നത് എന്ന്. യുദ്ധമില്ലാത്തൊരു നല്ല നാളെ ഉണ്ടാകട്ടെ എന്ന പ്രത്യാശ മാത്രം മനസ്സിലുണ്ട്. പക്ഷേ അത് പ്രാവർത്തികമാകാനുള്ള സാധ്യത വളരെ കുറവുമാണ്.